നമ്മളെല്ലാവരും ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട് വരുന്നത് കാത്തിരിക്കുകയാണ്. BJP ഭരണകൂടത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ കയറുമോ എന്ന ആശങ്ക നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാവും. എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ നേരെ വിപരീതമാണെങ്കിലും അതൊരിക്കലും നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒന്നല്ല. കാരണം നമുക്കറിയാം, ചരിത്രത്തിലില്ലാത്ത വിധം സർക്കാർ സ്ഥാപനങ്ങളും ഏജൻസികളും BJP ഭരണകൂടത്തിന് വേണ്ടിയും നരേന്ദ്രമോദിക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടത്. എന്തിന്, ഇലക്ഷൻ കമ്മീഷൻ പോലും നരേന്ദ്രമോദിക്ക് വേണ്ടി ഓശാന പാടുന്ന ഈ അവസ്ഥയിൽ എക്സിറ്റ് പോൾ പുറത്തുവിടുന്ന ഏജൻസികളും മീഡിയക്കാരും പിന്നെ എങ്ങനെയാണ് നരേന്ദ്രമോദിക്കെതിരെ നിൽക്കുന്നത്? ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നരേന്ദ്രമോദിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് തീർച്ചയാണ്. കാരണം ഗോദി മീഡിയ എന്നാണല്ലോ അവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത്. മോദി സ്തുതി പാടിക്കൊണ്ടാണ് അവരുടെ എല്ലാ അവതരണങ്ങളും അവരുടെ ചാനലിലൂടെ നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഗോദി മീഡിയയും പ്രബല മാധ്യമങ്ങളും ഏജൻസികളൊക്കെ നടത്തുന്ന ഈ എക്സിറ്റ് പോൾ അത് മോദിക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കളും ഇന്ത്യ മുന്നണി നേതാക്കളൊക്കെ ഇതിനെ ഒരിക്കലും ആശ്രയിച്ചിട്ടില്ല, അവർ വിട്ടു നിൽക്കുകയാണ്. എക്സിറ്റ് പോൾ അവർ ഒരിക്കലും കണക്കിലെടുത്തിട്ടില്ല എന്ന് അവരുടെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങളും ഏജൻസികളും എല്ലാം മോദിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈ എക്സിറ്റ് പോൾ മോദിക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിക്കാൻ ഏത് ചെറിയ കുട്ടിക്കും സാധിക്കും. 2004 പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ കണ്ടതാണ്. അവർ പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലത്തിൻ്റെ നേരെ വിപരീതമാണ് വോട്ടെണ്ണിയപ്പോൾ നടന്ന സംഭവങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ പലപ്പോഴും എക്സിറ്റ് പോൾ തെറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രാവശ്യം എക്സിറ്റ് പോളിനെ തീരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അത്തരമൊരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാണ് എക്സിറ്റ് പോൾ മോദിക്ക് വേണ്ടി ഇത്തരമൊരു രീതിയിൽ പുറത്തുവിടുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇന്നലെ അഖിലേഷ് യാദവ് പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റുകൾ വാട്സപ്പിലൂടെയൊക്കെ ഒരുപാട് കറങ്ങിയിട്ടുണ്ട്. ഇത് ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തകരെ മാനസികമായി തളർത്തി വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് അവരുടെ പ്രസൻസ് ഒഴിവാക്കി അവിടെ കൃത്രിമം കാണിക്കാനുള്ള ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും ഈ രീതിയിൽ എക്സിറ്റ് പോൾ പുറത്തുവിടുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട് പുറത്തു വരുമ്പോൾ കനത്ത പരാജയമാണ് BJPയെ കാത്തിരിക്കുന്നത് എന്ന വാർത്തകളാണ് ഇന്ത്യയിൽ നിന്ന് വ്യാപകമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. BJPക്ക് വലിയ വിജയം സമ്മാനിച്ച പല സ്ഥലങ്ങളിലും കനത്ത പരാജയം അവർ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഒരു പ്രവചനത്തിലേക്കാണ് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഇന്ത്യ മുന്നണി എത്ര സീറ്റ് നേടും, BJPക്ക് എത്ര സീറ്റ് നഷ്ടമാകുമെന്നുള്ള ഒരു പ്രവചനമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും നിങ്ങളെല്ലാവരും കാണണമെന്ന് അറിയിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ളത് ഉത്തർപ്രദേശിലാണല്ലോ. 80 സീറ്റാണ് ഉത്തർപ്രദേശിലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 80-ൽ 64 NDAക്കായിരുന്നു ലഭിച്ചത്. ഇപ്രാവശ്യം UPയിൽ കൂടുതൽ സീറ്റ് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം 50-55 സീറ്റുകൾ മാത്രമാണ് NDAക്ക് ലഭിക്കാൻ പോകുന്നത്. കാരണം അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചാണ് BJPയെ അവിടെ നേരിടുന്നത്. സമാജ്വാദി പാർട്ടി വളരെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും ഒക്കെ പങ്കെടുത്ത ഒരു സദസ്സിലെ ജനബാഹുല്യം കൊണ്ട് അവർക്ക് പ്രസംഗിക്കാൻ സാധിക്കാതെ പോയ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അത്തരമൊരു സാഹചര്യം UPയിൽ നിലനിൽക്കുന്നത് കൊണ്ട് BJPക്ക് കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ നേടാൻ കഴിയില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പിന്നീട് മഹാരാഷ്ട്രയിലാണ് പിന്നെ ഏറ്റവും കൂടുതൽ സീറ്റുള്ളത്. 48 സീറ്റാണ് അവിടെയുള്ളത്. 2019-ൽ 41 നേടിയത് NDA മുന്നണിയാണ്. പക്ഷേ ഇപ്രാവശ്യം ശിവസേന പിളർന്ന് അതിലൊരു പ്രബല വിഭാഗം ഇന്ത്യ മുന്നണിക്കൊപ്പമാണ്. മുസ്ലിങ്ങൾ ആദ്യമായി ശിവസേനയ്ക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഈ ഇലക്ഷന് സംഭവിച്ചിട്ടുണ്ട്. BJPക്ക് ഇപ്രാവശ്യം ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ പോകുന്ന സംസ്ഥാനങ്ങളിലൊന്ന് അത് മഹാരാഷ്ട്രയാണ്. 25-നും 30-നും ഇടയിൽ സീറ്റ് മാത്രമാണ് അവിടെ NDAക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി ബംഗാളിൽ 42 സീറ്റാണ് ബംഗാളിലുള്ളത്. 2019-ൽ വലിയ വിജയമാണ് ബംഗാളിൽ BJP നേടിയത്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന അവിടെ 18 സീറ്റായി വർദ്ധിപ്പിച്ചു BJP അവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ. പക്ഷേ ഇപ്രാവശ്യം ഇടതുപക്ഷം അവിടെ ശക്തി ആർജിച്ചിട്ടുണ്ട്. മാത്രമല്ല, പൗരത്വ ഭേദഗതി നിയമം BJPക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ബംഗാൾ. 10-നും 5-നും ഇടയിൽ മാത്രമാണ് അവിടെ BJPക്ക് സീറ്റ് ലഭിക്കുക. പ്രധാനപ്പെട്ട മറ്റൊരു സംസ്ഥാനമാണ് ബീഹാർ. ഈ രാജ്യത്തിലുള്ള ഏവരും ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ്. 40 സീറ്റാണ് അവിടെയുള്ളത്. അതിൽ 39-ഉം NDA നേടിയിരുന്നു. പക്ഷേ നിതീഷ് കുമാറിൻ്റെ BJPയിലേക്കുള്ള ചാട്ടം കാരണം വലിയൊരു വികാരം നിതീഷ് കുമാറിനെതിരെ അവിടെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, തേജസ്വി യാദവ് അവിടെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. മാത്രമല്ല, അഗ്നിവീർ കാരണം BJP കനത്ത തിരിച്ചടി ഉണ്ടാകാൻ പോകുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. 20-നും 25-നും ഇടയിലാണ് അവിടെ NDAക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്, 39 സീറ്റാണ് തമിഴ്നാട്ടിൽ നിന്ന് ലോക്സഭയിലേക്കുള്ളത്.
2019 NDAക്ക് ഒരു സീറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഇപ്രാവശ്യം അതും നഷ്ടപ്പെടാനാണ് സാധ്യത. പ്രധാനമന്ത്രി അവിടെ 8 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഒരു സീറ്റ് പോലും തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. പിന്നെ കർണാടക 28 സീറ്റാണ് അവിടെയുള്ളത്. സൗത്ത് ഇന്ത്യയിൽ BJPക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ച ഒരു സംസ്ഥാനമാണ് കർണാടക. 2019 26 സീറ്റ് നേടി NDAക്ക് ലഭിച്ചിരുന്നു. 26 സീറ്റ് അവിടെ NDAക്ക് ലഭിച്ചിരുന്നു. അന്ന് പക്ഷേ BJP തന്നെയായിരുന്നു കർണാടക ഭരിച്ചിരുന്നത്. പിന്നെ കഥ മാറിയിട്ടുണ്ട്. DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മുന്നേറ്റത്തോടെ കോൺഗ്രസ് കർണാടകയിൽ അധികാരം പിടിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല പ്രജ്വൽ രേവണ്ണയുടെ പ്രശ്നം വലിയ രീതിയിൽ BJP അവിടെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. നിലവിൽ കർണാടകയിൽ BJP പരിതാപകരമായ അവസ്ഥയിലാണുള്ളത്. NDAക്ക് 10നും 15നും ഇടയിൽ സീറ്റ് മാത്രമേ കർണാടകയിൽ ലഭിക്കുകയുള്ളൂ. പിന്നെ മധ്യപ്രദേശ് 29 സീറ്റാണ് അവിടെയുള്ളത്. അതിൽ 28 സീറ്റും BJP 2019 നേടിയിട്ടുള്ളതാണ്. ഇപ്രാവശ്യവും BJP മധ്യപ്രദേശിൽ കൂടുതൽ സീറ്റ് നേടാൻ തന്നെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. 25ൻ്റെയും 28ൻ്റെയും ഇടയിൽ സീറ്റ് നേടാനാണ് സാധ്യതയുള്ളത്. ഇനി ഗുജറാത്തിൽ 26 സീറ്റാണുള്ളത്. 2019 മുഴുവൻ സീറ്റും BJP നേടിയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം BJPക്ക് അവിടെ 4-5 സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം രാജസ്ഥാനിലും ഗുജറാത്തിലുമായി പരന്നു കിടക്കുന്ന വിഭാഗമാണ് രജപുത്ര വിഭാഗം. BJPയുടെ എന്നത്തെയും വോട്ട് ബാങ്കായിരുന്നു അവർ ഇപ്രാവശ്യം BJPക്കെതിരെയാണുള്ളത്. 18ൻ്റെയും 22ൻ്റെയും ഇടയിലാണ് അവിടെ അവർക്ക് സീറ്റ് സാധ്യതയുള്ളത്. പിന്നെ രാജസ്ഥാൻ 25 സീറ്റാണ് അവിടെയുള്ളത്. 2019 BJP മുഴുവൻ സീറ്റും തൂത്തുവായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ BJPയുടെ വോട്ട് ബാങ്കായ രജപുത്ര വിഭാഗം BJPക്ക് വിരുദ്ധമായി നിൽക്കുന്നത് കൊണ്ട് കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ നിലനിർത്താൻ ഒരിക്കലും കഴിയില്ല. മാത്രമല്ല അവിടെ കർഷകരോഷം കാര്യമായി പ്രതിഫലിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് രാജസ്ഥാൻ. 16നും 20നും ഇടയിൽ സീറ്റ് മാത്രമേ നേടാൻ രാജസ്ഥാനിൽ NDAക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ ആന്ധ്രയിൽ 25 സീറ്റാണ് അവിടെയുള്ളത്. 2019 22 സീറ്റും YSR കോൺഗ്രസ് നേടിയിട്ടുണ്ട്. അത് ഇപ്രാവശ്യം നിലനിർത്താനാണ് സാധ്യത. NDA സഖ്യകക്ഷിയായ TDP 2 അല്ലെങ്കിൽ 3 സീറ്റ് മാത്രമേ നേടൂ. 20 സീറ്റുള്ള കേരളത്തിൽ മുമ്പത്തെ പോലെ തന്നെ ഒരു സീറ്റ് പോലും നേടാൻ BJPക്ക് കഴിയില്ല. മുഴുവൻ സീറ്റും ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് സാധ്യത. ആദ്യഘട്ടത്തിൽ തൃശ്ശൂരും തിരുവനന്തപുരവും അവർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവസാന സമയത്ത് ആ പ്രതീക്ഷ അവരെ കൈവിട്ടിട്ടുണ്ട്. 17 സീറ്റുള്ള തെലുങ്കാനയിൽ 3 സീറ്റാണ് 2019 BJPക്ക് ലഭിച്ചത്. അവിടെ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്ന് BJP നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇപ്രാവശ്യവും 3ന് മുകളിലേക്ക് കയറാൻ ഒരു സാധ്യതയുമില്ല. 13 സീറ്റുള്ള പഞ്ചാബിൽ 4 സീറ്റ് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം NDAക്ക് ലഭിച്ചത്. ഇപ്രാവശ്യം പഞ്ചാബ് ഭരിക്കുന്ന AAP തലവൻ അരവിന്ദ് കെജ്രിവാളിനെ അന്യായമായി അറസ്റ്റ് ചെയ്തതും കേന്ദ്ര ഭരണകൂടം കർഷകരോട് കാണിച്ച അനീതിയുമൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് പഞ്ചാബ്. വലിയ BJP വിരുദ്ധ വികാരം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു സീറ്റ് പോലും NDAക്ക് അവിടെ നിന്നും ലഭിക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെയാണ് ഡൽഹിയും ഹരിയാനയും. 10 സീറ്റുള്ള ഹരിയാനയിൽ 7 സീറ്റുള്ള ഡൽഹിയും കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ സീറ്റും BJP തൂത്തുവാരിയിരുന്നു. എന്നാൽ പഞ്ചാബിലെ കാര്യം പറഞ്ഞ പോലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അന്യായമായ അറസ്റ്റും കർഷക സമരവും ഈ 2 സ്ഥലത്തും BJPയെ കാര്യമായി ബാധിക്കും. മാത്രമല്ല ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി മികച്ച ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് ഡൽഹിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPക്ക് ഹരിയാനയിൽ 6-7 സീറ്റും ഡൽഹിയിൽ 2-3 സീറ്റും മാത്രമേ ലഭിക്കുകയുള്ളൂ. കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് കടന്നാൽ വീഡിയോ നീണ്ടുപോകാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങളിലെ കാര്യം മാത്രം ഇവിടെ പറഞ്ഞതാണ്. ഇനി കഴിഞ്ഞ പ്രാവശ്യം NDAക്ക് ലഭിച്ച സീറ്റിൽ ടോട്ടൽ എത്രയാണ് കുറയാൻ സാധ്യതയുള്ളത് എന്ന് നോക്കാം നമുക്ക്. കഴിഞ്ഞ പ്രാവശ്യം NDAക്ക് ലഭിച്ചത് 351 സീറ്റാണ്. അതിൽ BJPക്ക് ലഭിച്ചത് 303. അതിൽ എവിടെയൊക്കെ എത്രയൊക്കെ കുറയാൻ സാധ്യതയുണ്ട് എന്ന ഒരു കണക്കാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. UPയിൽ 80 സീറ്റുണ്ട്. 64 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം നേടിയിരുന്നു. അതിൽ 10 സീറ്റ് കുറയാനാണ് സാധ്യത. മഹാരാഷ്ട്രയിൽ 48 സീറ്റുണ്ട്. അതിൽ 41 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം നേടിയിട്ടുണ്ടായിരുന്നു. അതിൽ 20 സീറ്റ് ഇപ്രാവശ്യം കുറയാൻ സാധ്യതയുണ്ട്. ബംഗാളിൽ 42 സീറ്റാണുള്ളത്. അതിൽ 18 സീറ്റ് BJP നേടിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം 10 സീറ്റ് അതിൽ നിന്ന് കുറയാൻ സാധ്യതയുണ്ട്. ബീഹാർ 40 സീറ്റാണുള്ളത്. അതിൽ 39 BJP നേടിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ ഇപ്രാവശ്യം 15 സീറ്റോളം അവിടെ കുറയാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ 39 സീറ്റാണുള്ളത്. അതിൽ 1 സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം NDA നേടിയത്. ഇപ്രാവശ്യം ആ ഒന്നും നഷ്ടപ്പെടുമെന്ന് തീർച്ചയാണ്. മധ്യപ്രദേശ് 29 സീറ്റാണുള്ളത്.
അവിടെ 28 സീറ്റും BJP നേടിയിരുന്നു. ഇപ്രാവശ്യം പക്ഷേ കൂടുതൽ സീറ്റുകളൊന്നും അവിടെ നഷ്ടപ്പെടാൻ സാധ്യതയില്ല. കേവലം 3 സീറ്റുകൾ മാത്രമാണ് അവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്. കർണാടകയിൽ 28 സീറ്റാണുള്ളത്. അതിൽ 26ഉം NDA സഖ്യം നേടിയിരുന്നു. ഇപ്രാവശ്യം 12 സീറ്റോളം അതിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഗുജറാത്ത് 26ൽ 26 സീറ്റും BJP നേടിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം 4 സീറ്റ് അതിൽ നിന്ന് കുറയാൻ സാധ്യതയുണ്ട്. രാജസ്ഥാനിൽ 25ൽ 25 സീറ്റും BJP നേടിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം 12 സീറ്റ് അതിൽ നിന്നും കുറയാൻ സാധ്യതയുണ്ട്. ആന്ധ്ര 25ൽ 3 സീറ്റ് മാത്രമാണ് BJP നേടിയിരുന്നത്. ഇപ്രാവശ്യം അത് 1 കുറയാൻ സാധ്യതയുണ്ട്. കേവലം 2 മാത്രമേ സാധ്യതയുള്ളൂ. തെലങ്കാനയിൽ 17 സീറ്റാണുള്ളത്. അതിൽ 4 സീറ്റ് BJPക്കുണ്ടായിരുന്നു. ഇപ്രാവശ്യം 1 സീറ്റ് നഷ്ടപ്പെട്ട് 3 സീറ്റായി ചുരുങ്ങാനാണ് സാധ്യത. പഞ്ചാബ് 13 സീറ്റാണ് പഞ്ചാബിലുള്ളത്. അതിൽ 4 സീറ്റ് BJP NDA സഖ്യം നേടിയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ആ 4ഉം നഷ്ടപ്പെടാനാണ് സാധ്യതയുള്ളത്. ഹരിയാന 10ൽ 10 സീറ്റും BJP നേടിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം 4 അല്ലെങ്കിൽ 5 സീറ്റ് അവിടെ കുറയാൻ സാധ്യതയുണ്ട്. ഡൽഹി 7ൽ 7 സീറ്റും BJP നേടിയിരുന്നു. അതിൽ 4 അല്ലെങ്കിൽ 5 സീറ്റ് ഡൽഹിയിൽ കുറയാൻ സാധ്യതയുണ്ട്. ടോട്ടൽ 102 സീറ്റ് കുറയാനാണ് സാധ്യതയുള്ളത്. അങ്ങനെ വരുമ്പോൾ 353 സീറ്റ് എന്ന കഴിഞ്ഞ തവണത്തെ സംഖ്യ 102 കുറഞ്ഞ് 251ലേക്ക് കൂപ്പുകുത്താനാണ് സാധ്യതയുള്ളത്. ചെറിയ വ്യത്യാസങ്ങൾ പല ഭാഗത്തും ഉണ്ടായേക്കാം. പക്ഷേ എങ്കിലും കേവല ഭൂരിപക്ഷം BJPക്ക് അല്ലെങ്കിൽ NDA സഖ്യത്തിന് കിട്ടൂല എന്നുള്ളത് ഏറെക്കുറെ തീർച്ചയാണ്. BJPയുടെ കനത്ത പരാജയം തന്നെയാണ് ജൂൺ 4 നമ്മളെ തേടിയെത്തുന്ന വാർത്തകൾ. അങ്ങനെയായിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യ മുന്നണി സഖ്യം അധികാരത്തിലെത്തും. BJPയുടെ പത്തി നോക്കി തന്നെ അടി കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ നല്ല റിസൾട്ടിന് വേണ്ടി, നമുക്ക് സന്തോഷം നൽകുന്ന നല്ല ഒരു ഭരണത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.